എന്തായാലും മാറ്റിപ്പിടിക്കലിൻ്റെ ഭാഗമായിട്ട് ഈ പ്രാവശ്യത്തെ നമ്മുടെ ക്യാപ്റ്റൻസി നോമിനേഷൻ അടിപൊളിയായിരുന്നു കേട്ടോ, സൂപ്പറായിരുന്നു. അതായത് നല്ല ട്വിസ്റ്റ് ഉണ്ടായിരുന്നു, കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. അതായത് നമ്മുടെ ജിൻഡോയാണ് എല്ലാവരും ഏറെക്കുറെ ക്യാപ്റ്റനാകാൻ വേണ്ടി നോമിനേറ്റ് ചെയ്യാനിരുന്നത് അല്ലേ. അപ്പോൾ ബിഗ് ബോസ് ഇവിടെ പറയുകയുണ്ടായി, ഇപ്പോഴത്തെ ഇനി വരാൻ പോകുന്ന പവർ ടീം ഒഴിച്ച് ബാക്കി എല്ലാ ടീമുകൾക്കും അവരവരുടേതായിട്ടുള്ള ഒരാളെ സ്ഥാനാർത്ഥി നിർത്താം. ബാലറ്റ് വോട്ട് പോലത്തെ ഒരു ടാസ്ക്കാണ് നടക്കാൻ പോകുന്നത്. അപ്പം നമ്മുടെ പവർ ടീമിൽ നിന്നും ഗബ്രി വരുന്നു, പിന്നെ ജിൻഡോയുടെ ടീമിൽ നിന്ന് ജിൻഡോ വരുന്നു. അതുപോലെ തന്നെ നമ്മുടെ സിബിൻ, ശ്രീരേഖ ആ ഒരു ടീമിൽ നിന്ന് നമ്മൾ ശ്രീധുവിനെയാണ് ഇവർ പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ ലിവിങ് ഏരി വന്ന് ബിഗ് ബോസ് ആരൊക്കെയാണ് നോമിനേഷൻ വന്നിരിക്കുന്നതെന്ന് പറയുമ്പോൾ അപ്പം ഗബ്രി എണീക്കും പവർ ടീമിൽ നിന്ന്, അതുപോലെ ജിൻഡോ ടീമിൽ നിന്ന് ജിൻഡോ എണീക്കും, ശ്രീരേഖയുടെ ടീമിൽ നിന്ന് ശ്രീരേഖ ചാടിയെങ്കിൽ എണീക്കും. അപ്പോഴത്തേക്കും നമ്മുടെ സിബിനും ശ്രീധുവും അൻസിബൊക്കെ ഞെട്ടി, ഇതെന്തുവാ ഇത്, ശ്രീധുവിൻ്റെ പേരല്ലേ പറഞ്ഞത്, പിന്നെ നീച്ചെന്ത് എണീച്ചത്. അപ്പോൾ ശ്രീരേഖ എണീച്ചാൽ നിന്നു. അപ്പോഴത്തേക്കും നമ്മുടെ ബിഗ് ബോസ് അവിടെ ഗെയിം മാറ്റി. ബിഗ് ബോസ് ആരാ ആള്, ബിഗ് ബോസ് ഗെയിമായിട്ട് പറഞ്ഞു നമുക്ക് ഒറ്റയ്ക്ക് തീരുമാനമെടുത്ത് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ എണീക്കാമെന്ന്. അപ്പം കാണാൻ ജിൻഡോയുടെ ടീമിൽ നിന്നും നന്ദനയും നമ്മുടെ അഭിഷേക് ജയദീപും എണീക്കും, അതുപോലെ ശ്രീധു എണീക്കും. ശ്രീധു എണീക്കുമ്പോൾ ശ്രീധു പറഞ്ഞു നീ അവിടെ ഇരിക്കുന്നു. അപ്പോൾ ശ്രീധു പറയില്ല എനിക്കും ക്യാപ്റ്റൻ ആകണമെന്ന് പറയും. അങ്ങനെ ആകെ മൊത്തം എല്ലാവരുടെയും പ്ലാനിങ് മറിച്ചുകൊണ്ട് നമ്മുടെ ഇപ്പം ജിൻഡോ, ഗബ്രി, ശ്രീധു, ശ്രീരേഖ, നന്ദന, അഭിഷേക് ഇത്രയും പേര് വന്നിരിക്കുന്നത്. പക്ഷേ എന്തായാലും നമ്മുടെ ജിൻഡോ തന്നെ ജയിക്കും. കാര്യം ജിൻഡോയ്ക്ക് പവർ ടീമുകാർ വരാൻ പോകുന്ന പവർ ടീമുകാർ എന്തായാലും വോട്ട് ചെയ്യും. ബാക്കി ഇപ്പം നമ്മുടെ ഗബ്രിക്ക് ഇപ്പോഴത്തെ പവർ ടീമിലുള്ള ചിലപ്പോൾ വോട്ട് ചെയ്യുമായിരിക്കാം. വേറെ ആരും വോട്ട് ചെയ്യും ഗബ്രിക്ക്, വേറെ ആരും ചെയ്യാൻ പോകുന്നില്ല. പിന്നെ നന്ദനയ്ക്ക് ആരും വോട്ട് ചെയ്യും, നന്ദനയ്ക്ക് നന്ദനയുടെ വോട്ട് മാത്രമേ കാണത്തുള്ളൂ. അഭിഷേക് ജയദീപിൻ്റെ വോട്ട് മാത്രമേ കാണൂ. പിന്നെ ശ്രീധുവിന് ചിലപ്പോൾ നമ്മുടെ അൻസിബയോ അതല്ലെങ്കിൽ സിബിനോ ചിലപ്പോൾ ഒരു പക്ഷേ വോട്ട് ചെയ്തേക്കാം. അവർ അല്ലെങ്കിൽ ജിൻഡോയ്ക്ക് ചെയ്യത്തുള്ളൂ. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ജിൻഡോ മാത്രമേ ജയിക്കാൻ ചാൻസ് ഉള്ളൂ. എന്തായാലും ഈവനിങ് ആണ് പോളിംഗ് നടക്കാൻ പോകുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു അതിന് മുന്നേ ജയിൽ നോമിനേഷൻ വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ബിഗ് ബോസിന് പറയാം ഈ ഒരു ക്യാപ്റ്റൻസിയിലേക്ക് മത്സരിക്കാൻ പോകുന്ന ആരെയും ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യാൻ പാടില്ലെന്ന് ചിലപ്പോൾ പറയാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഗെയിം അവിടെ മാറും. അപ്പോൾ അതുകൊണ്ടാണെന്ന് തോന്നുന്നു മിക്കവാറും സായും അഭിഷേക് ശ്രീകുമാരും ആയിരിക്കാം ഒരു പക്ഷേ ജയിലിലേക്ക് പോകാൻ പോകുന്നത്. അതല്ലെങ്കിൽ ചിലപ്പം നമ്മുടെ മുടിയനും കാണാം. ഇവർ മൂന്നിൽ ആരെങ്കിലുമൊക്കെ ആയിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുമായിരിക്കും. നോക്കാം നമുക്ക് എന്താണ് നടക്കാൻ പോകുന്നതെന്ന്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാതെ രേഖപ്പെടുത്തണം. കൂടുതൽ ലൈവ് അപ്ഡേഷനുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും.